അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷിയ നേതാവായ ജമാലുദ്ദീൻ അഫ്ഗാനിയിൽ നിന്ന് വഹാബിസം കേരളത്തിലേക്ക് കൊണ്ടുവന്ന അന്ന് മുതൽ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കുന്ന വേലയാണ് പ്രധാനമായും വഹാബികൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിലവർ പറയുന്നത് അല്ലാഹു അല്ലാത്തവരെ മുസ്ലിമീങ്ങൾ ആരാധിക്കുന്നുണ്ട് എന്നാണ്. മരിച്ചവരോട് മുസ്ലിമീങ്ങൾ ആരാധന നടത്തുന്നുണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ വഹാബികളാണ് മരിച്ചവരെയും ജീവിച്ചിരിപ്പുള്ളവരെയും ആരാധിക്കുന്നത് എന്ന വസ്തുത നമുക്കെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അറിയാത്തവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്നോരോന്നായി കാണാവുന്നതാണ്. വഹാബികൾ മരിച്ചവരെ മാത്രമല്ല ജീവിച്ചിരിപ്പുള്ളവരെയും ആരാധിക്കുന്നവരാണ് എന്നതിനുള്ള വ്യക്തമായ തെളിവുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. വഹാബികൾ മുസ്ലിമീങ്ങളാണോ എന്ന് ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ ഓരോരുത്തരും വിലയിരുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്കിപ്പ് ചെയ്യാതെ കേൾക്കണമെന്നും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്തു കൊടുക്കണമെന്നും പരമാവധി എല്ലാവരും ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടാൽ അത് ഒരുപാട് പേരിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പരിശുദ്ധ ഇസ്ലാം ഇബാദത്തുകളൊക്കെ അറബി ഭാഷയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബി ഭാഷയിലാണ് നമുക്ക് ഇബാദത്ത് ചെയ്ത് കാണിച്ചു തന്നിട്ടുള്ളത്, ആരാധന നിർവഹിച്ചു തന്നിട്ടുള്ളത്. അതനുസരിച്ചാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിച്ചുകൊണ്ടാണ് നാം ആരാധനകൾ നിർവഹിക്കേണ്ടത്. അല്ലാതെ വഹാബി പണ്ഡിതന്മാരെ കണ്ടിട്ടോ അവരുടെ ജൽപ്പനങ്ങൾ കേട്ടിട്ടോ അല്ല. നമുക്കറിയാം ഒരുപാട് മഹാരഥന്മാരായ സ്വഹാബാക്കളും ദീനി പ്രബോധകരും പല രാഷ്ട്രങ്ങളിലുള്ളവരുണ്ട്, പല ഭാഷകളിലുള്ളവരുണ്ട്, പല ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രങ്ങളിലേക്ക് യാത്ര ചെയ്തവരുണ്ട്, താമസിച്ചവരുണ്ട്. അവരാരും തന്നെ ഒരൊറ്റ ആരാധനയും അറബിയല്ലാത്ത ഭാഷയിൽ നിർവഹിച്ചിട്ടില്ല. വഹാബിസം രൂപീകരിച്ച അന്ന് മുതലാണ് അറബിയല്ലാത്തൊരു ഭാഷയിൽ ഒരാരാധന നിർവഹിക്കാൻ തുടങ്ങിയത്. നമുക്കറിയാം ജുമാ ഖുതുബ അള്ളാഹുവിനുള്ള ആരാധനയാണ്. അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ആരാധന ജനങ്ങൾക്ക് വേണ്ടിയാണ് വഹാബികൾ സമർപ്പിക്കുന്നത്. അങ്ങനെ ജനങ്ങളെ ആരാധിക്കാൻ വേണ്ടിയാണത്രേ വഹാബികൾ മലയാളത്തിൽ ജുമാ ഖുതുബ നിർവഹിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടിയായിരുന്നെങ്കിൽ അത് അറബിയിലാക്കുമായിരുന്നു. അള്ളാഹുവിന് വേണ്ടിയല്ല ജുമാ ഖുതുബ എന്ന ആരാധന, അത് ജനങ്ങൾക്കുള്ള ആരാധനയാണെന്നാണ് വഹാബികൾ പറയുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ സൃഷ്ടികളെ ആരാധിക്കുന്നവരാരാണെന്ന് നിങ്ങൾ തീരുമാനമെടുക്കുക. അപ്പൊ ചില ചോദ്യം എന്താ, എന്നാ പിന്നെ ബാങ്ക് മലയാളത്തിലായിക്കൂടെ, നിസ്കാരം മലയാളത്തിലായിക്കൂടെ? അതിനെപ്പറ്റി നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിസ്കാരം എന്തുകൊണ്ട് മലയാളത്തിലാക്കുന്നില്ല? അള്ളാഹു മലയാളി അല്ലാത്തത് കൊണ്ട്. അള്ളാഹു മലയാളിയാണ്. അള്ളാഹിന്റെ മുമ്പിലാണ് നിസ്കരിക്കുന്നത്. നിസ്കരിക്കുന്നവന്റെ തെക്കുവയും സൂക്ഷ്മതയും അറിയേണ്ടത് ആരാ? അള്ളാഹുവാണ്. ആ അള്ളാഹ് അറബി അറിയാം, അതുകൊണ്ട് നിസ്കാരം പരിഭാഷപ്പെടുത്തേണ്ടതില്ല. കേട്ടില്ലേ സഹോദരങ്ങളെ, അള്ളാഹുവിനുള്ള ആരാധനയാണ് നിസ്കാരം എന്ന ആരാധന. അതുകൊണ്ട് അത് അറബിയിലേ ചെയ്യാവൂ. കാരണം അള്ളാഹു അറബിയാണത്രേ, അള്ളാഹു മലയാളിയല്ലത്രേ. അള്ളാഹുവിന് മലയാളം അറിയില്ല. അപ്പോൾ മലയാളത്തിൽ ആരാധിച്ചാൽ, മലയാളത്തിൽ അള്ളാഹുവിനോട് തേടിയാൽ അള്ളാഹ്ക്ക് തിരിയൂലല്ലോ. എന്നാൽ ജുമാ ഖുതുബ അത് ജനങ്ങൾക്കുള്ള ആരാധനയാണ്, അള്ളാഹ്ക്കുള്ള ആരാധനയല്ല. കേരളത്തിലുള്ളവർ മലയാളികളാണ്. അപ്പൊ മലയാളികൾ ആരാധിക്കുമ്പോൾ മലയാള ഭാഷയിലാവണം, അല്ലെങ്കിൽ മലയാളികൾക്ക് തിരിയൂല എന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. ജുമാ ഖുതുബ അള്ളാഹുവിനുള്ള ആരാധനയല്ലത്രേ, അത് ജനങ്ങൾക്കുള്ള ആരാധനയാണത്രേ. അതുകൊണ്ടാണ് അത് മലയാളത്തിലാക്കിയത്. യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ ആരാണെന്ന് നിങ്ങൾ തന്നെ വിലയിരുത്തുക. ഇവർ ജനങ്ങളെ യഥാർത്ഥ ദീനിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ട് ജൂതന്മാർക്ക് വേണ്ടി പണിയെടുക്കുകയാണ്. ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഉരുമ്പിട്ടിറങ്ങിയവരാണ് ഈ വഹാബികൾ. അള്ളാഹുവിന് മലയാളം അറിയില്ല, അള്ളാഹു മലയാളിയല്ല, അള്ളാഹ്ക്ക് അറബി മാത്രമേ അറിയുകയുള്ളൂ, അള്ളാഹു അറബിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ കഴിവിനെ
എത്തിച്ചു കൊണ്ടുപോകുന്ന ഒരു വിഭാഗമാണ് വഹാബികൾ. യഥാർത്ഥത്തിൽ വഹാബി പള്ളികളിൽ നടക്കുന്നത് സൃഷ്ടിപൂജകളാണ്. അള്ളാഹുവിന് സമർപ്പിക്കേണ്ട ജുമാ ഖുതുബ എന്ന ആരാധന ജനങ്ങൾക്കാണ് അവർ സമർപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ മുജാഹിദ് ബാലുശ്ശേരിയുടെ കഴിവ് പോലും അള്ളാഹുവിനില്ല എന്ന വിശ്വാസമാണ് ഈ വഹാബികൾക്കുള്ളത്. മുജാഹിദ് ബാലുശ്ശേരിക്ക് അല്പമൊക്കെ ഇംഗ്ലീഷ് അറിയാം, മുജാഹിദ് ബാലുശ്ശേരിക്ക് അല്പമൊക്കെ മലയാളവും അറിയാം, മുജാഹിദ് ബാലുശ്ശേരിക്ക് അല്പമൊക്കെ മറ്റു ഭാഷകളും അറിയാം. എന്നാൽ അള്ളാഹ് അറബി മാത്രമേ അറിയുള്ളൂ. അള്ളാഹു ഒരു അറബിയാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു താല മലയാളിയല്ലാത്തത് കൊണ്ട് അള്ളാഹു താലാക്ക് മലയാളം അറിയില്ലല്ലോ. അപ്പോൾ ജുമാ ഖുതുബ എന്ന അള്ളാഹ്ക്ക് സമർപ്പിക്കേണ്ട ആരാധന ജനങ്ങൾക്ക് സമർപ്പിച്ചാൽ, മലയാളികൾക്ക് സമർപ്പിച്ചാൽ, അവരെ പൂജിച്ചാൽ ശിർക്കാണോ എന്ന് അള്ളാഹ്ക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ വഹാബികൾ ചെയ്യുന്ന ശിർക്ക് അള്ളാഹു ശിർക്കായി രേഖപ്പെടുത്തി വെക്കൂല. അതിന്റെ ശിക്ഷ അവർക്ക് ആഖിറത്തിൽ വെച്ച് ലഭിക്കുകയുമില്ല. അള്ളാഹുവിനെ ആരാധിക്കാതെ ജനങ്ങളെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനെ പറ്റിച്ച് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വിഫല ശ്രമമാണ് വഹാബികൾ നടത്തുന്നത്. വഹാബികളെ, നിങ്ങൾ കയ്യും കാലും കണ്ണും മൂക്കും ഭാര്യമാരും സന്താനങ്ങളും മക്കാ മുശ്രിക്കുകൾ വെച്ചു കൊടുത്തതുപോലെ വെച്ചുകൊടുത്ത നിങ്ങൾ അള്ളാഹു എന്ന് പേരിട്ട് വിളിക്കുന്ന അള്ളാഹ്ക്കൊരു പക്ഷേ മലയാളം തിരിയുകയുണ്ടാവില്ല. ഞങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തി പരിപാലിക്കുന്ന രാജാതിരാജനായ റബ്ബ്, ഈ ലോകത്തിന്റെ അധിപൻ, ഈ ലോകം മുഴുവൻ നശിച്ചാലും, ഈ ലോകത്തുള്ള സർവ്വതും നശിച്ചാലും നശിച്ചു പോകാത്ത, മരണമില്ലാത്ത, അന്ത്യമില്ലാത്ത, ആദ്യമില്ലാത്ത ഞങ്ങളുടെ അധിപൻ, ഞങ്ങളുടെ റബ്ബ്, ഞങ്ങളുടെ രക്ഷിതാവ്, ആ അല്ലാഹുവിന് എല്ലാം അറിയാം, മലയാളം അറിയാം. ആ മലയാളം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, അറബി ഭാഷ സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, കേരളം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്, ഈ ലോകം സൃഷ്ടിച്ചത്, അതിലുള്ളതെല്ലാം സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിന് മലയാളം അറിയാം. നിങ്ങൾ ചെയ്യുന്ന സൃഷ്ടിപൂജ അത് സൃഷ്ടിപൂജയാണെന്ന് അല്ലാഹ്ക്കറിയാം. അല്ലാഹുവിനെ പറ്റിക്കാൻ നിങ്ങൾക്കെന്നല്ല, നിങ്ങളുടെ നേതാക്കളായ സാക്ഷാൽ അബൂജഹലിനും അതിന്റെയും നേതാവായ ഇബ്ലീസിന് പോലും പറ്റുകയില്ല. കാരണം നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്. ആ അല്ലാഹുവിനെ പറ്റിക്കാമെന്ന വ്യാമോഹം മാറ്റി നിർത്തി ഷഹാദത്ത് കലിമ ഉരുവിട്ടുകൊണ്ട് മുസ്ലിം ആവുകയാണ് നിങ്ങൾ വേണ്ടത്. ഈ വഹാബിസം നാം വലിച്ചെറിഞ്ഞില്ല എങ്കിൽ നാം ആഖിറത്തിൽ ചെല്ലുമ്പോൾ സൃഷ്ടിപൂജകരായി അപമാനിതരായി പോകും. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.